അങ്ങനെ ഗൈസ് പത്തിരി ചൂടൽ തുടങ്ങിട്ടോ. അപ്പോൾ കറി ഇവിടെ അരച്ചു. ഇപ്പം ഇച്ചിരി ഹെൽപ്പിനില്ലായിട്ട് ഇവിടെ അതെന്ത് നേരം മതി വരാന്. അച്ചൂട്ടിക്ക് എപ്പച്ചിൻ്റെ അപ്പം കുത്തിറക്കണം എന്നെങ്കിലേ ഓൾ തിന്നുള്ളൂ. എപ്പച്ചിൻ്റെ അപ്പം കുത്തിറന്നാലേ ഓൾ തിന്നുള്ളൂ. ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് രണ്ടാമത്തെ നോമ്പുതുറൻ്റെ വിശേഷം കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ 3:30 മണിക്കാണ് അടുക്കളയ്ക്ക് എത്തൽ വൈകുന്നേരം. എന്നിട്ട് ഇതാ ഇവിടെ ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലത്തെ കുറച്ചിറച്ചി കൊണ്ട് ഇന്നലെ കറി വെച്ച് ബാക്കി കുറച്ചെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഞാൻ പഴയ പോലെ ചിരട്ടമ്മ വെച്ചിട്ടാണ് കേട്ടോ, അങ്ങനെ കത്തി വെച്ചിട്ടാണ് ഞാൻ പണ്ടേ മുറിച്ച. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മീൻ മുറിച്ചപ്പോൾ നമ്മളെ പൂച്ച നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ പാടിയും പതിരൊക്കെ പൂച്ചക്ക് ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ കാക്കകളും ഒക്കെ ഉണ്ടാവും മീനും ഇറച്ചി അങ്ങോട്ട് മുറിച്ചാൽ അങ്ങോട്ട് കൊണ്ടുവന്നാൽ. അങ്ങനെ ഇതാ കുക്കറിൽ അങ്ങോട്ട് ഇറച്ചി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മസാലകളും ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി തേങ്ങ കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തരച്ച് പാരാനുണ്ട്. എൻ്റെ അച്ചുട്ടി നോമ്പ് പോയിട്ടില്ല ചേട്ടാ. അതിൻ്റെ ജോലി പോകാത്ത ജോലി പോകാത്ത ഞങ്ങളെല്ലാരും നോൽക്കൂടി, ഇജ്ജ് മാത്രം നോൽക്കണില്ല. ചോണി 27 നോൽക്കട്ടാ. എൻ്റെ വലിപ്പമുള്ള ചെറിയ കുട്ടികളെ 27 നോൽക്കുക ആണ്. 27 പിന്നെ 17 നോമ്പിനും ഞാൻ പത്തിരുന്നേ. അപ്പൊ ഇന്നലത്തെ ബാക്കി പത്തിരുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. എന്നിട്ട് അതൊന്ന് ചൂടാക്കി പുട്ടും കുറ്റിയിൽ ഇട്ട് കാണുന്നിട്ട് പുതിയ നല്ല സോഫ്റ്റ് പത്തിരിയാക്കി. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിക്കൊക്കെ പൊടിയൊക്കെ വാട്ടി കുഴച്ച് വെച്ചിരിക്കണ്. ഇനി അത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ട് പ്രസ്സുമ്മ അമർത്തും വേണം, പരത്തിയെടുക്കും വേണം കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ പരത്തലില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ കേട്ടോ പരത്തലുള്ളൂ. അപ്പോൾ നല്ലോണം അതിൻ്റെ പ്രസ്സുമ്മ അമർത്തി നല്ല പൊടിയൊക്കെ നല്ല നല്ല വാട്ടിലൊക്കെ നന്നായി പ്രസ്സുമ്മ അമർത്തിയാൽ തന്നെ നല്ല പത്തിരിയായി കിട്ടും കേട്ടോ. അങ്ങനെ അതാ ഓരോരോ ചെറിയ ചെറിയ കുഞ്ഞു ബോളുകളാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് പ്രസ്സുമ്മ അമർത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നും പത്തിരി തന്നെയാണ് ഉണ്ടാക്കണത്. ഇവിടെ എൻ്റെ ഭാഗത്ത് വന്നാൽ പിന്നെ ഉള്ള പരിപാടികളാണിത്. ഒരു ഡാൻസ് കളിച്ചെടുത്താ ഏത്? മതി. എല്ലാരും നോമ്പ് പറ്റിക്കണ ചോക്കെ. നമ്മള് വരെയുണ്ട് അച്ചുട്ടി മാത്രം നോൽക്കാത്ത. മതി അമ്മച്ചി നേരല്ല. അമ്മച്ചി പത്തിരി ഇടാണ്, കറി ഉണ്ടാക്കാണ്, കൊറേ പണിയുണ്ട്. മതി പൊന്നൂട്ടി സ്കൂളിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ചാണ് കുറച്ച് നേരം കിടന്നാളാ. നോമ്പ് ഇറക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കളാ. എന്നാ കൊയക്ക് ക്ഷീണമൊക്കെ പോയിക്കോളും. ചെല്ലേ ഇന്ന് കൊയക്കുണ്ടാ? ക്ഷീണുണ്ടാ? സത്യം പറ. കൊയങ്ങിക്കണാ? എത്ര കാട്ടുണ്ട്. നാളെ വേഗം കിടന്നുറങ്ങിക്കളി. വൈകുന്നേരം ചായക്കടയൊക്കെ ആയിട്ട് ഉമ്മ വിളിച്ചോണ്ട്. എന്നാ ക്ഷീണം ഉണ്ടാവില്ല. എവിടെ മയിലങ്ങോട്ട് പോയിക്കോട്ടെ. അങ്ങനെ കുക്കറിൽ ഇറച്ചിയൊക്കെ റെഡിയായി വന്നിരിക്കണം കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ റെഡിയാക്കിയിരിക്കണത്. അപ്പം ഈ തേങ്ങ ഇതാ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മൾ ചെറിയൊരു ഏലക്കായും ഒക്കെ ഇട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ഞാനിവിടെ പത്തിരിക്ക് വേണ്ടിയിട്ട് പത്തിരിക്കല്ല് തീ പിടിപ്പിച്ചിട്ടില്ല എന്നിട്ടോ. ഞാൻ പത്തിരിക്കല്ലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസും അതുപോലെ തന്നെ അടുപ്പും വേറെ ഭാഗത്താണ്. ആ സൈഡിലും ഈ സൈഡിലാണ്. അതെ ഗൈസ് പത്തിരി ചുടൽ തുടങ്ങി കേട്ടോ. അപ്പോൾ കറി ഇവിടെ തേങ്ങ അരച്ച് പാരാനുണ്ട്. പത്തിരി അങ്ങോട്ട് ചുട്ടെടുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇക്കാനോട് കുറേ ദിവസം ഉണ്ട് ഒരു പത്തിരി ചട്ടിക്ക് പറയുന്നത് കേട്ടോ. പത്തിരി ചട്ടി ഞാൻ പറഞ്ഞത് ഗ്യാസ്മ ചുടാനുള്ള പത്തിരി ചട്ടി എന്ന്. അപ്പോൾ ഇക്ക കൊണ്ടുവന്നിരിക്കണത് അടുപ്പത്ത് വെക്കണ പണ്ടത്തെ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കുഴപ്പമില്ല. നല്ല ഒരു ഒറ്റ പ്രാവശ്യം 4-5 എണ്ണം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഏറിയ 4 എണ്ണം, ചെറിയ പത്തിരിയൊക്കെ ആണെങ്കിൽ 5 എണ്ണം ചുട്ടെടുക്കാം കേട്ടോ.
മറ്റേത് എൻ്റെ കയ്യിലുള്ള പത്തിരിച്ചട്ടി പറഞ്ഞത് കുഞ്ഞി ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാത്രമേ നമുക്ക് ചുടാൻ പറ്റുള്ളായിരുന്നു. ഇപ്രാവശ്യം നോമ്പിന് നമുക്ക് പത്തിരി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഗതികേടാണ് പറഞ്ഞപ്പോൾ പത്തിരിച്ചട്ടി കൊണ്ടുവന്നതാണ്. 1-ാം നോമ്പിനാണ് കേട്ടോ ഈ ചട്ടി കൊടുന്നത്. കുഴപ്പമില്ല, നല്ല ചട്ടിയാണ് കേട്ടോ. കുറേ നമുക്ക് ചുടാം. പെട്ടെന്ന് പത്തിരിപ്പണീൻ്റെ പണിയും കഴിയും പത്തിരിൻ്റെ. മറ്റേത് ഓരോന്ന് ഇങ്ങനെ ചുട്ട് തീരലില്ല. അങ്ങനെ പത്തിരിയൊക്കെ ചുടൽ കഴിഞ്ഞിട്ട് ചോറ്റിനുള്ള വെള്ളം അങ്ങോട്ട് തീ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ്റിന് സാവധാനം നോമ്പറക്കാനാവുമ്പോഴത്തേനൊക്കെ അങ്ങോട്ട് ആയി വെള്ളം തളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ ഇന്ന് സമൂസ എന്നിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പരാതി എന്നിട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ച് കാടമുട്ട ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ കാടമുട്ട ഇറച്ചിയില്ല കേട്ടോ. കാടമുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ പാടിട്ട് കാണ്ട് എല്ലാം നമ്മൾ സമൂസക്കുള്ള മസാല അങ്ങോട്ട് റെഡിയാക്കിക്കണം കേട്ടോ. അങ്ങനെ ഓരോ സമൂസൻ്റെ ഓലെടുത്തിട്ട് കുറേശ്ശായിട്ട് എല്ലാവർക്കും 2 ഈച്ചായിട്ട് റെഡിയാക്കണുള്ളൂ. ഒക്കെ തോനൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. പൊരികൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും 2 ഈച്ച സമൂസ ആക്കിയിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനുള്ള മാവേ റെഡിയാക്കിയിട്ടുള്ളൂ, മസാല. അപ്പോൾ ഇതാ ഇക്കെന്ന് എന്താ അറിയില്ല, വരാനെ കുറച്ച് വൈകിക്കണം കേട്ടോ. മറ്റേ ഇക്ക വന്നിട്ടാണ് ജ്യൂസ് അടിക്കലൊക്കെ. അപ്പോൾ ഇക്കാനെ കാണാനില്ല, ഇക്ക എവിടെയോ ട്രിപ്പ് പെട്ടു എന്ന് പറയണേ. അപ്പോൾ ഇച്ചിരി ഹെൽപ്പിന് ഇല്ലായിട്ട് ഇവിടെ അതെന്ത് നേരം വൈകി വരാൻ? ഒരു ദിവസം കൊണ്ട് മടുത്താ അത്ത മീനോ? മീനുണ്ട് എൻ്റെ മനോട്ടിൻ്റെ ഹെൽപ്പിനാണോ? അങ്ങനെ ഇക്ക വന്ന് ജ്യൂസ് അടിക്കാനായിട്ട് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം അങ്ങോട്ട് വെക്കിക്കണം കേട്ടോ. സമൂസയും ഒക്കെ സെറ്റാകും. പിന്നെ അച്ചുട്ടിനെ കുറച്ച് നേരം ഓലായിട്ട് ഇരിക്കലും ഒക്കെ പാടായപ്പോൾ കുറച്ച് നേരം വെക്കി. അപ്പോൾ ഇതാ ഞാനിവിടെ സമൂസയൊക്കെ സെറ്റാക്കി എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇക്ക അവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ മനൂട്ടന് ഇന്ന് ഇപ്പച്ചിനെ കാണാത്തതുകൊണ്ട് ഓന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും ഒക്കെ ഓനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഷമാം ജ്യൂസാണ് അടിച്ചത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ഏകദേശം നോമ്പറക്കാനാവണേ ഉള്ളൂ കേട്ടോ. നോമ്പറക്കണ കുറച്ച് മുന്നായിട്ടാണ് ഇക്ക എത്തിക്കണേ. അപ്പോൾ ഒക്കെ സെറ്റായി തുടങ്ങിയിട്ടാണ്, നോമ്പറക്കാനായി തുടങ്ങിക്കണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സമൂസ ചുട്ടെടുക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ. ഇക്ക വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിരുന്ന മുന്തിരിയൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ നാളെയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇന്നലക്കത്തെ കൊണ്ടുവന്നതിനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുസമ്പിയും അതുപോലെ തന്നെ മുന്തിരിയും ബത്തക്കയൊക്കെ ഇന്നലെ കൊണ്ടുവന്നതിനുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് പാലും കൂടി ഒഴിച്ചാലുണ്ടായി ജ്യൂസ് രസമുള്ളൂ. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ സെറ്റായി മക്കളൊക്കെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പറക്കാണ് കേട്ടോ. അപ്പം ചായക്കടി ഇപ്പോൾ തിന്നലില്ല കേട്ടോ. ചായക്കടിയൊക്കെ പത്തിരിയും കറി ഇതാ അവിടെ റെഡിയാക്കി വെച്ചേക്കണ്. പത്തിരിയും കറി ഇന്ന് ആരും തിന്നൂല കേട്ടോ. ഒക്കെ എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ടേ തിന്നലുള്ളൂ. ഇന്ന് പിന്നെ പൊരിയായിട്ട് ഒന്ന് തന്നെ ഉള്ളൂ കേട്ടോ. സമൂസ മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ 2ാമത്തെ നോമ്പുത്തറയും കഴിഞ്ഞിട്ടാ. അച്ചൂട്ടിക്ക് എപ്പച്ചിൻ്റെ അപ്പം കുത്തിറക്കണം, എന്നെങ്കിലേ ഓൾ തിന്നുള്ളൂ. എപ്പച്ചിൻ്റെ അപ്പം കുത്തിരുന്നാലേ ഓൾ തിന്നുള്ളൂ. അങ്ങനെ എല്ലാവരും നോമ്പറന്നുകൊണ്ടിരിക്കണം കേട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടാക്കട്ടെ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അതുവരേക്കും ബൈ.